ഹായ് ഹലോ എല്ലാ ചങ്ങൾക്ക് പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇത് നമ്മളെയൊക്കെ വീട്ടിലെ ടാങ്കിൽ വെള്ളം ഓട്ടോമാറ്റിക്കലി നിറഞ്ഞ് കവിയായിരിക്കാനും അതിനൊക്കെ നമ്മൾ ഈ ബോൾ വാൽവ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബോൾ വാൽവ് പെട്ടെന്നെല്ലാം കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ബോൾ വാൽവിൽ കംപ്ലയിൻറ്റ് ഒരു ബോൾ വാൽവ് ഇല്ലാതെ നമ്മൾ ഇലക്ട്രോണിക് ആയിട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ചാനൽ കൂടെ ചെയ്യുന്നത്. നിങ്ങളിവിടെ കാണാം. ഇത് മെയിൻ ലൈൻ വന്ന് വെള്ളം വീഴുന്ന ഭാഗമാണ്. ഇത് നമ്മൾ മെയിനായിട്ടുള്ള ലൈൻ വെള്ളം വീണ് നേരെ ടാങ്കിലോട്ട് വീഴുന്ന ബോൾ വാൽവ് ടാങ്കിലോട്ട് വീഴുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ഫ്ലോർ സ്വിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സോളിനോയിഡ് 24 വോൾട്ടിൻ്റെ സോളിനോയിഡ് ഉണ്ട്. പിന്നെ അതേപോലെ സോളിനോയിഡിൻ്റെ പവർ കൊടുക്കാനായിട്ട് 24 ഹവേഴ്സിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ട്. ഈ അഡാപ്റ്ററിൽ നിന്ന് ഈ നേരെ 24 ഹവേഴ്സ് നേരെ വന്ന് നേരെ ഫ്ലോർ സ്വിച്ചിലോട്ട് കയറും. ഇതാണ് ഫ്ലോർ സ്വിച്ചിൽ നിന്ന് റിട്ടേൺ വന്ന ലൈൻ നേരെ ഇതിൻ്റെ 24 വോൾട്ട് സോളിനോയിഡ് വാൽവിലോട്ട് കയറും. അതായത് നമ്മൾ വീട്ടിൻ്റെ സ്വിച്ച് ഓണും ഓഫും ഇങ്ങനെ ചെയ്യും കണക്ക് തന്നെ അത് ഇതിൽ ഓട്ടോമാറ്റിക് വർക്കാവുന്നുള്ള ഈ റൗണ്ട് മേലോട്ട് പോകുമ്പോൾ വെള്ളം ഓഫാവും. വെള്ളം കുറഞ്ഞതനുസരിച്ച് താഴോട്ട് വരുമ്പം ഈ വെള്ളം തിരിച്ച് ഈ സോളിനോയിഡ് ഓണായിട്ട് വെള്ളം വീഴുക ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ലൈൻ കോമൺ ലൈനാണ്. അതായത് നെഗറ്റീവ് ലൈൻ നേരെ വന്ന് സോളിനോയിഡ് വാൽവിൽ കയറുകയാണ് ചെയ്യുന്നത്. സോളിനോയിഡ് വാൽവ് കയറി അത് എപ്പോഴും നെഗറ്റീവ് ലൈൻ എപ്പോഴും സോളിനോയിഡ് വാൽവ് കയറി അതിൽ കാണും. നമ്മൾ ഈ പോസിറ്റീവ് ലൈൻ അതായത് ഫേസ് ലൈൻ മാത്രം ഇവിടെ വന്നിട്ട് സ്വിച്ച് കണക്ക്, അതായത് നമ്മൾ വീട്ടിലെ സ്വിച്ച് കണക്ക് ഓൺ ഓഫ് കണക്ക് ആവണ കണക്ക് വെള്ളം കയറുന്നതനുസരിച്ച് ഈ റൗണ്ട് മേലോട്ട് പോകുമ്പോൾ ഇതൊരു മാഗ്നറ്റിക് ഫ്ലോർ സ്വിച്ചാണ്. ഈ റൗണ്ട് മേലോട്ട് പോകുമ്പോൾ മാഗ്നറ്റിൽ ഇതിൽ വെള്ളം ഇതിൻ്റെ അകത്ത് ലൈൻ കണ്ടിന്യൂറ്റി കട്ടാവും. വെള്ളം കുറയുന്നതനുസരിച്ച് തിരിച്ച് താഴോട്ട് വരുമ്പോൾ ഇതിൽ ലൈൻ വന്ന് ഇത് വർക്കാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് നോർമലായിട്ട് ഇത് നമ്മളെ ടാങ്കിലൊക്കെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഇലക്ട്രോണിക്കിൽ വെച്ചിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന അതിൻ്റെ വയറിംഗ് ഡയഗ്രം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കിൽ നിന്ന് ആളാക്കിയിടുക. അതിനൊക്കെ നിങ്ങൾ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവരുടെ വർക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.